ആകാശവാണി കവരത്തി പവിഴമണ്ണിലെ സാഹിത്യം. ലക്ഷദ്വീപിന് ചുറ്റുമുള്ള കടലും കടൽ മത്സ്യങ്ങളും നാം മനുഷ്യർക്ക് അനേകം പാഠങ്ങൾ പഠിപ്പിക്കുന്നു. വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള, നിറങ്ങളുള്ള, ശരീരഘടനയുള്ള അനേകം മത്സ്യങ്ങൾ ജീവിക്കുന്ന കടലിൽ അവർ വളരെ സ്വതന്ത്രമായി ജീവിക്കുന്നു. ഒറ്റപ്പെട്ടു പോകുന്ന ഷിറ്റുമൂര കുഞ്ഞ് എന്ന മത്സ്യത്തെ കേന്ദ്ര കഥാപാത്രമാക്കി അബൂസാല മണ്ഡലി എഴുതി അവതരിപ്പിക്കുന്ന ഈ കഥയിൽ ചിന്തിപ്പിക്കുന്ന രംഗങ്ങളും ഗുണപാഠങ്ങളുമുണ്ട്. ഏകാന്തതയും തൻ്റെ ശത്രുവിൻ്റെ പേടിപ്പെടുത്തലും കൊണ്ട് തീർത്തും ഒറ്റപ്പെട്ടു ജീവിക്കുന്ന ഷിറ്റുമൂര കുഞ്ഞിന് കൂട്ടായി കല്ലുക്കരട്ടിയും ഫുറാച്ചിയും എത്തുന്നു. കല്ലുക്കരട്ടിയുടെ വർണ്ണാഭമായ ശരീരഘടന കണ്ട് ഷിറ്റുമൂര കുഞ്ഞ് അത്ഭുതപ്പെടുന്നു. ഇത്ര നിറങ്ങളുള്ള ശരീരമോ, എന്ത് ഭംഗിയാണിവനെ കാണാൻ. അവർ രണ്ടുപേരും വേഗത്തിൽ ചങ്ങാതികളാവുന്നു. അങ്ങനെ വളരെ സന്തോഷത്തിൽ നീന്തി തുടിച്ച് അവരുടേതായ ലോകത്തിൽ ജീവിക്കുവാൻ തുടങ്ങി. ഒരു നാൾ ഫുറാച്ചി വന്ന് രണ്ടുപേരോടും കൂട്ടുകൂടി. ഫുറാച്ചി ഷിറ്റുമൂര കുഞ്ഞിനോട് ചോദിച്ചു, ഇപ്പോഴേതെങ്കിലും ശത്രുക്കൾ വരികയാണെങ്കിൽ ഞാൻ ഈ മണലിൻ്റെ അടിയിൽ ഊർന്നൊളിക്കും. കല്ലുക്കരട്ടിയോ അതിവേഗം കല്ലിൽ പോയി ഒളിക്കും. നീയോ, നീ എന്ത് ചെയ്യും? ഈ ചോദ്യം കേട്ട് ഷിറ്റുമൂര കുഞ്ഞു മൂകനായി. നീളമുള്ള എൻ്റെ ശരീരത്തെ പെട്ടെന്ന് എങ്ങനെ ഒളിപ്പിക്കാനാണ് എന്ന് ചിന്തിച്ചതും മനുഷ്യക്കൈകൾ വല വീശിയതും ഒന്നിച്ചായിരുന്നു. അപകടം മനസ്സിലാക്കിയ കരട്ടിയും ഫുറാച്ചിയും കൃത്യസമയത്ത് രക്ഷപ്പെട്ടു. എന്നാൽ രക്ഷപ്പെടാൻ വഴികൾ ആലോചിക്കുമ്പോഴേക്കോ ഷിറ്റുമൂര കുഞ്ഞു വലയിലുമായി. ഇതുപോലെയല്ലേ മനുഷ്യരും? തന്ത്രങ്ങൾ അറിയാവുന്നവർക്കും ചുറ്റും നിരീക്ഷണ പാടവമുള്ളവർക്കും അവസരോചിതമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്കും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാവുന്നു. എന്നാൽ അല്പജ്ഞാനികളോ എന്നും ശത്രുക്കളുടെ വല കാണാതെ പോകുന്നു. അബൂസാല മണ്ഡലി എഴുതി അവതരിപ്പിക്കുന്ന കഥ കൂട്ട് നമുക്ക് കേൾക്കാം. കറുക്കനും കറട്ടിയും കറുത്തോനാം കുഞ്ഞി കൂട്ടം തെറ്റിയ ഷിറ്റുമൂര കുഞ്ഞിന് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ചങ്ങാതിയാണ് കല്ലുക്കറട്ടി. ഒറ്റപ്പെട്ടുപോയ അവൻ കോക്കപുളുക്കിയ ആറ്റിലെ വലിയ കുണ്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഉണ്ടക്കണ്ണൻ ഫുള്ളിച്ചമ്മ പിടിച്ചു തിന്നാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. ഒരമാവാസി രാത്രിയിൽ ഇരതേടി അലഞ്ഞ കല്ലുക്കറട്ടി ഷിറ്റുമൂരത്തിൻ്റെ കുണ്ടിനകത്തൂടി പോകുമ്പോഴാണ് ഇവരുടെ അവിചാരിതമായ കണ്ടുമുട്ടൽ. വെള്ളി നിറമുള്ള ഷിറ്റുമൂരം നിറവൈവിധ്യമുള്ള കറട്ടിയെ ആദ്യമായി കാണുകയായിരുന്നു. ഷിറ്റുമൂരം ചോദിച്ചു, കല്ലുക്കറട്ടി കല്ലുക്കറട്ടി നിക്കിക്കുപ്പായം ആര് തന്നെ? മഞ്ഞയും വെള്ളയും കാക്കക്കറുപ്പുള്ള മഞ്ചം കുപ്പായം ആര് തന്നെ? അതിന് കറട്ടി മറുപടി പറഞ്ഞു, വലിയ ഫെറന്നാക്ക് എന്നാ ബാപ്പ മംഗലപുരത്തുണ്ട് കൊണ്ടുവന്നെ. നിരന്തരമായ സമ്പർക്കത്തിലൂടെ അവർ ഉറ്റ ചങ്ങാതിമാരായി മാറി. ഷിറ്റുമൂരത്തിന് പുറം ലോകം കാണാൻ പൂതിയായി. അവൻ തൻ്റെ ആഗ്രഹം ചങ്ങാതിയോട് പറഞ്ഞു. പുറത്തേക്ക് പോകുമ്പോൾ കൂടെ കൂട്ടാനും കറട്ടിപ്പെണ്ണിൻ്റെ വീട് കാണാനും അവൻ തയ്യാറായി. ആ കൂട്ടത്തിൽ തന്നെ ഭയപ്പെടുത്തുന്ന ഉണ്ടക്കണ്ണൻ പുള്ളിച്ചമ്മൻ്റെ കാര്യം കൂടി സൂചിപ്പിച്ചു. കല്ലുക്കറട്ടി അതിനു മറുപടിയായി പറഞ്ഞു, ശമ്മനം കാണാ ശവനീയം കാണാ മാസം 14 ഒക്കെ പോവാം. ശമ്മനം കാണാ ശവനീയം കാണാ മാസം 14 ഒക്കെ പോവാം. കാരയും കാണാ കടത്തലും കാണാ മാസം 14 ഒക്കെ പോവാം. കാരയും കാണാ കടത്തലും കാണാ മാസം 14 ഒക്കെ പോവാം. പൗർണമി ദിവസം ഭാരക്കൂട്ടത്തിൻ്റെ ഓരം പറ്റി ഉണ്ടക്കണ്ണൻ ശമ്മം കാണാതെ അവർ ആ കുണ്ടിൽ നിന്നും രക്ഷപ്പെട്ടു. ഏറെ നാൾ അവരൊന്നിച്ചു ബില്ലത്തിൽ നീന്തി തുടിച്ചു. കൊണ്ടി തേടി പുറപ്പെട്ട ഫുറാച്ചി അവരെ കണ്ടു. അപകടം മനസ്സിലാക്കിയ ഫുറാച്ചി ഷിറ്റുമൂരത്തോട് ഇങ്ങനെ പറഞ്ഞു, നാമ്പല വീശിയാ പൂനിപ്പോകും, ഓമ്പല വീശിയാ കൂഞ്ഞു പോകും. നീ എന്നെ ചെയ്യുമെൻ ഷിറ്റുമൂര. പെട്ടെന്ന് അവർ 3 പേർക്ക് ചുറ്റും ഒരു വീശുവല വന്ന് വീണു. കറട്ടി തൊട്ടടുത്ത മാളത്തിലേക്ക് ചേക്കേറി. ഫുറാച്ചി വെള്ളമണലിൽ തുളച്ചുപൂനി. രക്ഷപ്പെടാൻ ശ്രമിച്ച ഷിറ്റുമൂരം വീശുവലക്കാരൻ്റെ വലയിൽ കുടുങ്ങി ജീവത്യാഗം ചെയ്തു.
അനേകം തലമുറകൾക്ക് തെങ്ങും തേങ്ങയും കൊണ്ടുള്ള ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അബൂസാല മണ്ഡലിയുടെ കഥകൾ തന്നെ വളരെ രസകരവും ചിന്തിപ്പിക്കുന്നതുമാണ്. തൻ്റെ ചുറ്റുമുള്ള വസ്തുക്കളെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് അദ്ദേഹം വളരെ സരസമായി കഥ പറയുന്നു. തേങ്ങ എന്ന് കേട്ടാൽ നിങ്ങൾ ചിരിച്ചു തള്ളാൻ വരട്ടെ. തേങ്ങ കഥാനായകൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി പലതരത്തിലുള്ള പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഉപ്പയോടൊപ്പം തേങ്ങ എണ്ണാൻ സഹായിക്കാൻ പോയ ബാല്യകാലം, അന്ന് എണ്ണാൻ പഠിച്ചതും കൂട്ടാൻ പഠിച്ചതും കുറക്കാൻ പഠിച്ചതും ഗുണനം പഠിച്ചതും ഒക്കെ ഈ തേങ്ങയെ ചുറ്റിപ്പറ്റിയായിരുന്നു. എന്നാൽ യൗവനകാലമെത്തുമ്പോഴേക്കും സംഗതി മാറുന്നു. കുടുംബ വഴക്കിന് വരെ തേങ്ങ ഒരു കാരണമായി മാറുന്നു. വളരെ ഹൃദ്യവും സരസവുമായി അവതരിപ്പിക്കുന്ന അബൂസാല മണ്ഡലി പറയുന്ന ഈ കഥ നമുക്ക് കേട്ടാലോ? തേങ്ങ. തേങ്ങ അങ്ങനെ ജീവിതത്തിൽ പലപ്പോഴും വ്യത്യസ്തമായ അനുഭവങ്ങൾ നൽകി അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആദ്യം അത് ഗുണനം പഠിക്കാൻ ടീച്ചിങ് എയ്ഡായി. വൃശ്ചികം കഴിഞ്ഞാൽ ഷെഡിൽ നിന്നും ഒരു പുണ, ഈ 2 വീതം 10 എണ്ണം, 20 തേങ്ങ വീതം വീടിന് കിഴക്കുവശത്തെ തുറസ്സായ സ്ഥലത്ത് സ്ഥാനം പിടിക്കും. കുഞ്ഞുവ്വ പാരയിൽ കുത്തി തൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തോടൊപ്പം ഞാറ് കളഞ്ഞ് ചാക്കിലിടുമ്പോൾ ഒരു കൈ 3ഉം അടുത്ത കൈ ഒരു കൈ 4ഉം വീതം ഓരോ ചാക്കും നിറയുമ്പോൾ വാപ്പയുടെ ചോദ്യം വരും, മൊത്തം എത്ര തേങ്ങ? ഗുണനപ്പട്ടിക ചൊല്ലി കണക്ക് കൂട്ടും. 1 2 2, 2 2 4, 1 3 3, 2 3 6. മൊത്തം തേങ്ങയുടെ എണ്ണം കൂട്ടിപ്പറഞ്ഞ് ബാപ്പ നമ്മുടെ പോസ്റ്റിൽ കയറി ഗോളടിക്കും. മുഖത്തെ ചമ്മൽ മാറാൻ തേങ്ങാ തൊണ്ടെടുത്ത് അടുത്ത് നിന്ന് ആടിനെയോ കോഴിയെയോ എറിഞ്ഞ് സായുജ്യമടയും. കൊപ്രക്കളത്തിൽ വീണ്ടും വീണ്ടും എണ്ണിച്ച് ബാപ്പ ഗോളടി തുടരും. തെങ്ങ് ചതിക്കില്ല എന്നായിരുന്നു വിശ്വാസം. പല ദിവസവും തെങ്ങും തേങ്ങയും മാത്രമല്ല, തെങ്ങ് കയറ്റക്കാരൻ കുഞ്ഞുവ്വയും കുട്ടിയുവ്വയും ചതിച്ചു. സ്കൂളിൽ നിന്നെത്തി കളിക്കാനിറങ്ങാൻ നേരത്ത് തെങ്ങ് കയറാനെത്തിയും തേങ്ങ പതിക്കാനെത്തി ഭീകരമായി ചതിച്ചു. ഇതൊന്നുമല്ല ചതി. കവറത്തിയിലെ വാടക വീട്ടിൽ എന്നോട് സംസാരിച്ചിരിക്കെ തിത്തുടയായവിയുടെ നെറുകന്തലയിൽ ഒട്ടും മൂക്കാത്ത ഒരു തേങ്ങ ഞെട്ടടർന്ന് പതിച്ചു. ഒരു രോദനത്തോടെ യായവി ഒന്ന് വട്ടം ചുറ്റി ബോധം കെട്ട് വീണു. ഒരു ഫുട്ബോളിന്റെ വലിപ്പവും ഷോട്ട് പുട്ടിന്റെ ഭാരവുമുള്ള തേങ്ങ അങ്ങനെ കൊലച്ചത് ചെയ്തു. തേങ്ങ കറിയിൽ മാത്രമല്ല, ദാമ്പത്യത്തിലും മെല്ലെ മെല്ലെ ഇടപെട്ടു തുടങ്ങി. ആകാശത്തേക്ക് നോക്കി തെങ്ങിന് മുകളിൽ പ്രായം തികഞ്ഞുണങ്ങിക്കിടക്കുന്ന തേങ്ങ നോക്കി താഴെ വീട്ടുവരാന്തയിൽ കമിഴ്ന്നു കിടന്ന് പുസ്തകം വായിക്കുന്ന എന്റെ ഉത്തരവാദിത്തമില്ലായ്മയെ ചൂണ്ടിക്കാട്ടി സ്വപത്നി ശകാരിച്ചു കൊണ്ടിരുന്നു. കാലം മാറിയതറിയാതെ പാവം അത് തുടർന്നു. ഞാൻ മനസ്സിൽ കണക്കുകൂട്ടി. 45 രൂപ തെങ്ങൊന്നിന് കയറ്റുകൂലി, 5 രൂപ തേങ്ങയ്ക്ക്, 9 തേങ്ങ കൂലി പോകും. തെങ്ങിൽ നിന്ന് 10 തേങ്ങ കിട്ടിയാൽ 1 തേങ്ങയുടെ പൈസ മിച്ചം. ഇതിലും നല്ലത് തെങ്ങ് കയറ്റം പഠിക്കലാണ്. പക്ഷേ അതും ശ്രമിച്ചു പരാജയപ്പെട്ടതാണ്. ഔരി റഹ്മാൻ സിനിമ പിടിക്കാൻ തയ്യാറായി. പേര് വരെ തീരുമാനമായി. എനിക്കൊരു റോള് ലഭിക്കാനായി ഔരിയുടെ ഉറ്റ സുഹൃത്ത് ജലീലിനോട് കെഞ്ചി കാലുപിടിച്ചു. അവിവാഹിതനായ ജലീൽ മുൻചുണ്ടിക്കാരനായിരുന്നു. എന്റെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ എന്റെ ശരീരപ്രകൃതിക്ക് അനുയോജ്യമായ റോള് തരാമെന്നായി. പെർമിറ്റിൽ ദ്വീപിലെത്തിയ തമിഴൻ തെങ്ങുകയറ്റക്കാരൻ. പക്ഷേ തെങ്ങുകയറ്റം പഠിക്കണം. ആദ്യം ചെറിയ തെങ്ങ് കയറി പഠിക്കാൻ തീരുമാനിച്ചു. കൂട്ടുകാരൻ്റെ മകൾക്ക് പനി വന്നപ്പോൾ അവനോടൊപ്പം മുള ഉപയോഗിച്ച് കരിക്ക് മുറിക്കാൻ തയ്യാറായി തെങ്ങിൻ ചുവട്ടിലെത്തി. എൻ്റെ തലയിലെ ബൾബ് കത്തി. 3 മീറ്റർ മാത്രം ഉയരമുള്ള തെങ്ങിലേക്ക് തോർത്ത് തളപ്പാക്കി കയറി മുകളിലെത്തി കരിക്കിട്ട് വിജയശ്രീലാളിന് ഇറങ്ങാൻ നേരം കാലിന്ന് പോയി. ഊർന്ന് നേരെ തെങ്ങിൻ ചുവട്ടിലെത്തി. ആദ്യ ഉദ്യമത്തിൽ തന്നെ പരാജയം. തുടകൾക്കിടയിലെ തൊലി തെങ്ങിനൊരാവരണമായി. വികൃതമായ നടത്തം വലിയ വിവാദമായി പരിണമിച്ചു. സിനിമാ മോഹം സ്വാഹ. ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി പുതിയ തെങ്ങുകയറ്റുകാരനെ അപ്പോയിൻമെന്റ് ചെയ്തു. സുഹൃത്ത് ഷറഫ് കൃത്യമായി തെങ്ങുകയറ്റു നടന്നു. പേയ്മെന്റ് ഗൂഗിൾ പേ വഴി ഷറഫിന്റെ അക്കൗണ്ടിൽ എത്തിച്ചുകൊണ്ടിരുന്നു. 2 ദിവസം മുമ്പ് ഫോൺ ബെല്ലടിച്ചപ്പോൾ ആർത്തിയോടെ ഫോണെടുത്ത് വായിച്ചു നോക്കി. ഷറഫ്, കോക്കനട്ട് ക്ലൈംബർ. 10 പൈസ പറ്റില്ലാതെ കൊടുത്താണല്ലോ. എന്നാലും എന്തിനാണാവോ ഈ വിളി? BSNL എന്നത്തെയും പോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പറയുന്നതിൽ നിന്നും ഇങ്ങോട്ട് കേൾക്കുന്നതിൽ നിന്നും അക്ഷരങ്ങൾ കട്ടെടുത്ത് വികൃതമായൊരു ഭാഷ സൃഷ്ടിച്ചു. ഇടയ്ക്കെപ്പോഴോ വാട്സപ്പ് എന്ന് പറഞ്ഞത് മാത്രം അവ്യക്തമായി കേട്ടു. വൈകുന്നേരം വാട്സപ്പിലെ പച്ച കത്തിയ മെസ്സേജുകൾ വരവെ ഷറഫിന്റെ അക്കൗണ്ട് കണ്ണിൽപ്പെട്ടത്. ഒരു വോയിസ് മെസ്സേജും പിന്നെ ഒരു ലിസ്റ്റും. ആ മെസ്സേജ് കണ്ടപ്പോൾ എൻ്റെ തലയിൽ തെങ്ങ് വീണ അവസ്ഥയായിരുന്നു. അതിങ്ങനെയായിരുന്നു വോയിസ്. ഇനി മുതൽ താഴെ പറയുന്ന സാധന സാമഗ്രികൾ തെങ്ങുടമ സൈറ്റിലെത്തിക്കേണ്ടതാണ്. കൂടാതെ തെങ്ങൊന്നിന് 50 രൂപ കയറ്റുകൂലിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. കുറ്റി കാലിയായി കിടന്നതിൽ മോശിത്താനേ
അടുത്ത ആഴ്ച മറ്റൊരു സൃഷ്ടിക്കായി കാത്തിരിക്കാം, കാതോർക്കാം. ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേയിലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.